അപ്പൊ ഇന്ന് രാത്രിയും ലൈലത്തുൽ ഖദറിന് വേണ്ടിയിട്ട് ഇത്തികാഫിരിക്കണം. ഇന്ന് രാത്രിയും 21-ലാണെങ്കിലും 23-ലാണെങ്കിലും 25-ലാണെങ്കിലും 27-ലാണെങ്കിലും 29-ാം രാവിലാണെങ്കിലും നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തികാഫിരിക്കുമ്പോ 3 അടയാളങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു തന്നാൽ നിങ്ങൾ ലൈലത്തുൽ ഖദർ ലഭിച്ചവരാണെന്ന് മനസ്സിലാക്കാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറിൻ സലാം ഹത്താ മത്ലഇൽ ഫജ്ർ. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന ദിവസമാണ്, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദറിൽ. നിങ്ങൾ ഇഅ്തികാഫിരിക്കുമ്പോ നിങ്ങളുടെ അരികത്ത് വന്നിട്ട് ആ പ്രിയപ്പെട്ട മലക്കുകൾ നിങ്ങളെ മുസാഫഹത്ത് ചെയ്യുമെന്ന് ഹദീസുകളിലുണ്ട്. മലക്കുകൾ നിങ്ങളെ മുസാഫഹത്ത് ചെയ്യും. പ്രത്യേകിച്ച് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ലൈലത്തുൽ ഖദർ തേടിയിട്ട് ഇഅ്തികാഫിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്തവരെ മുസാഫഹത്ത് ചെയ്യുമെന്നാണ് ലൈലത്തുൽ ഖദർ. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മലക്കുകളും വന്ന് മുസാഫഹത്ത് ചെയ്യുമ്പോൾ ലൈലത്തുൽ ഖദർ ലഭിച്ചവർക്കാണ് ആ മുസാഫഹത്ത് ഉണ്ടാകുന്നത്. അവർക്ക് 3 അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് മഹാനായ ഇമാമുനാ റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൈലത്തുൽ ഖദർ തേടി ഇഅ്തികാഫിരിക്കുന്ന വിശ്വാസികളെ ആ ലൈലത്തുൽ ഖദർ കിട്ടിയവരാണെങ്കിൽ മലക്കുകൾ മുസാഫഹത്ത് ചെയ്യും. മുസാഫഹത്ത് ചെയ്യുമ്പോൾ 3 അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, 3 അനുഭവങ്ങൾ ഉണ്ടാകും. ഇന്ന് റമളാനിന്റെ 25-ാം രാവിലെ രാത്രിയിൽ നിങ്ങൾ ഇഅ്തികാഫിരിക്കുമ്പോ ഈ അനുഭവം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയവരാണ്, നിങ്ങളെ മലക്കുകൾ മുസാഫഹത്ത് ചെയ്തവരാണ്. ഒന്നാമത്തെ അനുഭവം ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇഖ്ശഅറ ജൽദുഹു, അവന്റെ തൊലി വിറയ്ക്കുമെന്നാണ്. അതായത് രോമാഞ്ചം ഉണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. തൊലി വിറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക ഉണർവുണ്ടാവും. നമ്മളിപ്പോൾ ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഇഅ്തികാഫിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്ത് വീടിൻ്റെ നിസ്കരിക്കുന്ന റൂമിൽ സഹോദരിമാരിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പതിവിന് വിപരീതമായി സാധാരണ ഒരു ദിവസത്തിലില്ലാത്ത ഒരു പെരുപ്പ് ശരീരത്തിന്, സുബ്ഹാനല്ലാഹ്, തൊലി വിറയ്ക്കുക എന്ന് പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടാവുന്ന പോലെ, ആരോ വന്ന് വാരി പുണരുന്ന പോലെ ഒരു കുളിര് കോരൽ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അടുത്ത റമളാനിൽ ഞങ്ങൾ ഉണ്ടാകുമോ എന്ന് ഞങ്ങൾക്കറിയില്ല പടച്ചോനെ. മക്കളെയും കുടുംബത്തെയും കൊണ്ട് നിസ്കരിക്കുന്ന റൂമിന്റെ അകത്തോ പള്ളിയിലോ ഇരുന്ന് കരഞ്ഞ് ഇഅ്തികാഫിരുന്ന് ദുആ ചെയ്ത് ലൈലത്തുൽ ഖദർ തേടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ശരീരത്തിനൊരു കുളിർമയുണ്ടാവുക, ഒരു കോരിത്തരിക്കലുണ്ടാവുക, ഒരു രോമാഞ്ചം ഉണ്ടാവുക പെട്ടെന്ന്. സുബ്ഹാനല്ലാഹ്. ഒന്നാമത്തെ അടയാളം അതാണ്, ഇഖ്ശഅറ ജൽദുഹു. അനുഭവം ഉണ്ടായിട്ടുണ്ടാവും പലർക്കും. എനിക്കൊക്കെ മുമ്പ് ദറസിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ട് റമളാൻ മാസത്തിൻ്റെ രാത്രിയിൽ ഇഅ്തികാഫിരിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് അങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കണം. മറ്റ് ചിന്തകളും ശ്രദ്ധകളും ഒക്കെ മാറ്റി അത്ര പ്രതീക്ഷയോടുകൂടി ഇരിക്കുമ്പോൾ അത് കിട്ടും. അപ്പൊ ഒന്നാമത്തത് അവന്റെ ശരീരത്തിൽ ഒരു രോമാഞ്ചം ഉണ്ടാവും, ശരീരം ഒന്ന് വിറയ്ക്കും, തൊലി ഒന്ന് വിറയ്ക്കും, ഒരു കുളിരുപോലുണ്ടാകും. അൽഹംദുലില്ലാഹ്. രണ്ടാമത്തത് റഖ ഖൽബുഹു, അവന്റെ കൽബ് നേർമയാകും എന്ന് പറഞ്ഞാൽ അന്നത്തെ രാത്രിയും പിറ്റന്ന് സുബഹിന്റെ സമയത്തുമൊക്കെ മനസ്സിൽ കാരുണ്യം തന്നെ, ആരോടും ദേഷ്യവും വെറുപ്പൊന്നുമില്ല, ഒരു പ്രത്യേക ഇഷ്ടം.
എല്ലാവരോടും, കുടുംബത്തിൽപ്പെട്ട മുഴുവൻ ആളുകളോടും, പിണങ്ങിയിരുന്നവരോടും, അകന്നുപോയവരോടും, ചീത്ത വിളിച്ചവരോടും, കുറ്റപ്പെടുത്തിയവരോടും, പരിഹസിച്ചവരോടും, കളിയാക്കിയവരോടും എല്ലാവരോടും ഒരു പ്രത്യേക ഇഷ്ടത്തിലും ഒരു മമതയിലുമുള്ള ഇടപെടൽ, താല്പര്യം. റഖ ഖൽബു, ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അവൻ്റെ കൽബിനൊരു ഒരു നേർമയാവുക, കൽബ് ഒരു നേർമയാവുക. ലൈലത്തുൽ ഖദർ കിട്ടുന്നവൻ്റെ രണ്ടാമത്തെ അടയാളാണ് അവൻ്റെ കൽബിനൊരു ഒരു കാരുണ്യം ഉണ്ടാവുക, പെട്ടെന്ന് ഒരു ഹൃദയത്തിൽ ഒരു അലിവുണ്ടാവുക. എല്ലാവരും അത്ഭുതപ്പെട്ടു. മക്കൾ വിചാരിക്കുന്നു, ഉമ്മ എന്താ ദേഷ്യപ്പെടാത്തത്, ഉമ്മ എന്താ ചൂടാവാത്തത്, വാപ്പ എന്താ ഇന്ന് വല്ലാത്ത റാഹത്തിലാണല്ലോ. സുബ്ഹാനല്ലാഹ്, വാപ്പ മക്കളെയൊക്കെ അടുത്ത് വിളിച്ചു, മക്കൾക്ക് മുത്തുമൊക്കെ കൊടുത്ത് അൽഹംദുലില്ലാഹ് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മ പെട്ടെന്ന് വല്ലാണ്ടാവുകയാണ്. എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും ഇഷ്ടം, എല്ലാവരോടും പൊരുത്തം ചോദിക്കുന്നു. നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, ഇനി എനിക്ക് നിങ്ങളോട് പിണക്കമില്ല. അങ്ങനെ ബന്ധുക്കളെയൊക്കെ ഫോൺ വിളിച്ച് എല്ലാവരോടും പൊരുത്തം ചോദിക്കുന്നു. വറഖ ഖൽബുഹു, ഹൃദയത്തിനൊരു വല്ലാത്ത അലിവുണ്ടാവുക. മൂന്നാമത്തെ അടയാളം വദമഅത്തു ഐനാ, സാധാരണ ഇത്തികാഫിരിക്കുന്നത് പോലെയല്ല. അന്ന് ഇത്തികാഫിരുന്നപ്പോ തുടങ്ങി, കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ കരയാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ കരയാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ, റൂമിന്റെ അകത്ത് നിസ്കരിക്കുന്ന റൂമിന്റെ അകത്ത് താത്തച്ചി ഉമ്മച്ചി ഇത്ത കയറിയിട്ട് ഖുർആൻ ഓതി തുടങ്ങി. മക്കളെ, ഇന്ന് ഉമ്മച്ചി ഉറക്കമൊഴിയാണ് മോനെ എന്ന് പറഞ്ഞ് 25-ാം രാവിലെ 27-ാം രാവിലെ നിസ്കരിക്കുന്ന റൂമിന്റെ അകത്ത് കയറി ഖുർആൻ ഓതി തുടങ്ങി. വീട്ടിലെല്ലാരും ഉറങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഉമ്മ കരയാൻ തുടങ്ങി. എന്തിനാണ് കരയുന്നതെന്നാ പെങ്ങക്കറിയൂല, പാവമാണ്. ആ ഉമ്മാക്കറിയൂല ഞാൻ എന്തിനാണ് കരയുന്നതെന്നറിയൂല. കരച്ചിലോടെ കരച്ചിൽ തന്നെയാണ്. അൽഹംദുലില്ലാഹ്, പെണ്ണേ നിനക്ക് ലൈലത്തുൽ ഖദർ കിട്ടി മോളെ. ജിബ്രീൽ അലൈഹിസ്സലാം നിന്നെ മുസാഫഹത്ത് ചെയ്തു മോളെ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ വാരി പുണർന്നു മോളെ. ഈ 3 അടയാളങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് നീ ഭാഗ്യം നൽകണേ അല്ലാ. നഷ്ടപ്പെട്ടു. ഇനി ഒരു റമളാന് ഞങ്ങൾ 1 വർഷം കാത്തിരിക്കണം. അതിന് നമ്മൾ ആയുസ്സോടെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ എത്ര ആളുകൾക്കാണ് രോഗം, എന്തൊക്കെ പ്രയാസങ്ങളാ, എത്ര സങ്കടങ്ങളാ. അല്ലാഹുവേ, അതിലൊക്കെ വീണുപോയാ നമ്മൾ തകർന്നു പോകൂലേ. അതുകൊണ്ട് ഈ 3 അടയാളങ്ങൾ നിങ്ങൾക്കുണ്ടാവണം. ഒന്നും കൂടി അത് പറയുകയാണ്, ഒന്നും കൂടി അടയാളങ്ങൾ ആവർത്തിക്കുകയാണ്. ഒന്ന്, അവന്റെ ശരീരത്തിനൊരു പ്രത്യേകത, അവന്റെ തൊലിപ്പുറത്തൊരു രോമാഞ്ചം, ഒരു കുളിരുകോറൽ ഉണ്ടാവുകയാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോ, ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്നുണ്ടായതാണ്. രണ്ടാമത്തത്, അവന്റെ ഹൃദയത്തിനൊരു അലിവുണ്ടായി. റഖ ഖൽബുഹു, അവന്റെ ഹൃദയത്തിനൊരു പ്രത്യേക മൃദുലതയുണ്ടായി. മൂന്നാമത്തത് വദമഅത്ത് ഐനാഹു, അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാണ്. ഇഅ്തികാഫിന്റെ ഇടയിൽ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചപ്പോ കരയുകയാണ്. ഖുർആൻ ഓതുമ്പോ കരയുകയാണ്. എല്ലാം മടക്കി വെച്ചിട്ട് തസ്ബീഹ് മാല എടുത്ത് നിസ്കരിക്കുന്ന റൂമിന്റെ അകത്ത് നിന്ന് വിരുന്നും കുറച്ച് ദിക്ർ ചൊല്ലുകയാണ്. ആ ദിക്ർ ചൊല്ലുമ്പോഴും അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. അല്ലാഹ്, മോളെ ഉറപ്പിച്ചോ, നിനക്ക് അല്ലാഹു ലൈലത്തുൽ ഖദർ തന്നു മോളെ. ഈ ഭാഗ്യം കിട്ടുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ ചേർക്കണേ അല്ലാഹു. ആ മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും തന്ന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.